നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കേണ്ടത്. പലർക്കും ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല ദിവസങ്ങളിലും രാത്രി മാത്രമേ ഏറ്റെടുത്ത ജോലി ചെയ്തു തീർത്ത് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വേറെ ചിലർക്ക് മാതാപിതാക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യങ്ങളെല്ലാം ബന്ധുമിത്രാദികളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ഈ മാസത്തിൻ്റെ ഒടുവിൽ 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ഒരു പരിധിയിലധികം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറുവാൻ സാധിക്കുന്നത് വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹപ്രവർത്തകരുടെ സഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനിട വരുമെങ്കിൽ പോലും പഴയ ഗൃഹോപകരണങ്ങൾക്ക് പ്രതീക്ഷിച്ച വിലയൊന്നും ലഭിക്കുകയില്ല. എന്നിരുന്നാൽ പോലും കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടും കൊണ്ട് മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ ചില നിസ്സാരപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് സ്വല്പം അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കുക തന്നെ ആയിരിക്കും വേണ്ടിവരിക. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടവരും. വ്യവസ്ഥകൾ പാലിച്ചും കൊണ്ട് പുതിയതായിട്ടുള്ള ജോലി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. അത് പൂർവമായിട്ട് മുൻപുണ്ടായിരുന്ന സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഒരുപക്ഷെ അച്ഛനമ്മമാരുടെ ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ ഗൃഹത്തിൽ തന്നെ മറ്റൊരു അലമാരയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കും. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്തിമമായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന ഭാഗം തന്നെ ലഭിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും യോഗമുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് പുതിയതായുള്ള പല വിധത്തിലുള്ള തൊഴിൽ മണ്ഡലങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാറു ജോലികളോ കർമ്മമണ്ഡലങ്ങളോ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ സുഹൃത്തുക്കളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള തൊഴിൽ മേഖലകളാണെങ്കിൽ അതെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. നീതിയുക്തമായിട്ടുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. സമാന ചിന്താഗതിയുള്ളവരുമായി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മശക്തി കുറവ് ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം എഴുതി വെച്ച് ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുന്നത് വഴി പലപ്പോഴും ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ചെയ്തു തീർക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നതുമാണ്. ജീവിതമാർഗത്തിന്
വഴിത്തിരിവുണ്ടാകുന്ന പല കർമ്മമണ്ഡലങ്ങളും വന്ന് ചേരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം രേഖാപരമായിട്ട് സമർപ്പിക്കുവാനിടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്ന മേഖലകളിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ടുള്ള പകർച്ചവ്യാധി പിടിപെടുവാനും ഒരാഴ്ചയിൽ 2-3 ദിവസം മറ്റു ചിലർക്ക് 1-2 ആഴ്ച ഗൃഹത്തിലിരുന്നും കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം മറ്റൊരാളെ ഏൽപ്പിച്ചും കൊണ്ട് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനോ രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ ചെയ്യുന്നത് അബദ്ധമായി തീരുവാനിടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും വേണ്ടതാണ് എന്നതാണ് ഈ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ 2025 മെയ് മാസം മുതൽ തന്നെ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചും കൊണ്ടും സമയബന്ധിതമായിട്ടും പണം മുതൽ മുടക്കിയതിൽ നിന്നും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ ജൂലൈക്ക് ശേഷം നിലവിലുള്ള കർമ്മമണ്ഡലങ്ങൾ വിപുലീകരിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അതിനുവേണ്ടി രൂപരേഖ തയ്യാറാക്കുവാനും പണം മുതൽ മുടക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ വ്യക്തികളെയോ അഥവാ ധനകാര്യ സ്ഥാപനത്തെയോ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ അനുബന്ധമായിട്ട് ഇനിയുള്ള അടുത്ത, അതായത് 3 മാസത്തെ കോഴ്സാണ്, 2 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞു, ഇനി 1 കൊല്ലം കൂടിയേ ഉള്ളൂ എങ്കിൽ പോലും ഇനി തൊഴിലധിഷ്ഠിതമായുള്ള വിഭാഗം കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അതിന് തക്കവണ്ണമുള്ള ഒരു വിഭാവനം ചെയ്യുവാനും അതിന് തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനിടവരും. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മുൻപുണ്ടായിരുന്ന മേലധികാരികളുടെ അന്വേഷണം വന്നു ചേരുവാനും അവിടേക്ക് ജോലിക്ക് അപേക്ഷകൾ അയക്കാൻ നിർബന്ധിതരാകുവാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാരങ്ങൾ സ്വീകരിക്കുവാനും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഒഴിവാക്കുവാനും തീരുമാനിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് വിട്ടുനിന്ന് ജോലി ചെയ്യുന്ന പല ദമ്പതികൾക്കും, അതായത് 2 സ്ഥലത്ത് ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് പലർക്കും ഒരുമിച്ച് ജോലി ചെയ്യാൻ തക്കവണ്ണം അവസരങ്ങൾ വന്നു ചേരുവാനും പ്രതീക്ഷിച്ചതിലുപരി ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഒരു 3-4 മാസം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം ഈ ഒരു സാഹചര്യങ്ങൾ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മക്കളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനിടവരും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുവാനും സ്വല്പം സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും ആധുനിക പ്രചരണ രീതികൾക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം വന്നു ചേരും.
വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുവാനും സർവർക്കും സ്വീകാര്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് വിതരണ മേഖലയിൽ വളരെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടുവാനിടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അധ്വാനത്തിനനുസരിച്ചുള്ളൊരു ഫലം കുറവുള്ളതുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം വിൽപ്പന ചെയ്ത് വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുവിനെ മംഗളകർമ്മങ്ങൾക്കോ ഉപരിപഠനത്തിനോ ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടവരും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടവരും. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടുവാൻ സാധ്യതയുണ്ട്. ചിത്രം, വര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇനി കൂടുതൽ പരിശീലനം നേടിക്കൊണ്ട് 2026 ജൂൺ മാസം മുതൽ 2027 ജൂണിൻ്റെ ഉള്ളിൽ നടക്കുന്ന മത്സര രംഗങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശീലനം പുനരാരംഭിക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു പേരുകേട്ട സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും നിയമനാനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. വിധിയെ കുറ്റം പറയാതെ യുക്തിപൂർവ്വം ഉള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് കൃത്യമായുള്ള നിർദ്ദേശം നൽകുന്നത് വഴി അവർക്ക് മുൻപും പല കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ കൃതാർത്ഥതയോടുകൂടി അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായുള്ള രീതിയിൽ ഒരു വഴി കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രണത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം വിജയം കൈവരിക്കാനിടവരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് വഴി ആത്മാർത്ഥ സുഹൃത്തിന് പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകും. ജനിതകമായിട്ടുള്ള വൈകല്യങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഇത് മറ്റുള്ള അടുത്ത തലമുറയിലേക്ക് ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദഗ്ധമായുള്ള വൈദ്യ നിർദ്ദേശം തേടുവാൻ അവസരം വന്നു ചേരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളിലെല്ലാം തന്നെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രാരംഭത്തിലുണ്ടാകുമെങ്കിൽ പോലും സ്വയം പരിശീലിച്ച പല കാര്യങ്ങളും അനുവർത്തിക്കുവാനും അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ ക്രിയാത്മകമായിട്ട് തന്നെ ലക്ഷ്യപ്രാപ്തി നേടുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.